കൂടി പോകാം എന്ന് തോന്നുന്നു. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ ഈ ടൂർണമെന്റിലെ അവരുടെ ഏറ്റവും മികച്ച പെർഫോമർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഡിയാഗോ കോസ്റ്റ. പല മത്സരങ്ങളും ഒറ്റയാൾ പോരാളിയായിട്ട് പോർച്ചുഗലിന് വേണ്ടി രക്ഷാകവചം തീർത്തിട്ടുണ്ട്. അപ്പം കോസ്റ്റ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ പോർച്ചുഗലിന്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് തോന്നുന്നു. ഡിയാഗോ കോസ്റ്റ അല്ലെ, അത് ആ പേരിൽ തന്നെ ഉറപ്പിക്കുന്നു. മറ്റൊരു പേര് നമ്മളില്ല. ഓക്കെ, പോർച്ചുഗീസ് പ്രതിരോധ ഭടന്മാർ ആരൊക്കെയെന്ന് നോക്കാം. ജാവോ കാൻസലോ ഉണ്ട്, റൂബർട്ട് ഡയസിനെ നമുക്ക് കാണാം, റെനേറ്റോ വൈഗ ഇതാ അവിടെ അതെ എനിക്ക് നേരെ മുന്നിൽ അദ്ദേഹത്തെ കാണാം, ന്യൂനോ മെൻഡസിനെ അവിടെ നൂറ നിൽക്കുന്ന ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഡിഫൻസീവ് ലൈൻ അവരുടെ? ഈ ഒരു ലൈന് ഇതുവരെ കോച്ച് അങ്ങനെ മാറ്റി പരീക്ഷിച്ചിട്ടില്ല. സബ്സ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഈ സമയഡോണ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ ഇറക്കാറുള്ളൂ. അതും എനിക്ക് തോന്നുന്നു സെൻട്രൽ ഡിഫൻഡേഴ്സിന് ഇതുവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും ആൾ മാറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട്. അതുപോലെ തന്നെ ന്യൂനോ മെൻഡസിനെ എന്തായാലും മാറ്റില്ല. കാരണം അവരുടെ ഇപ്പോൾ ഈ ഡിയാഗോ കോസ്റ്റ ബെസ്റ്റ് പെർഫോമർ ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ലെഫ്റ്റ് വിംഗിൽ ന്യൂനോ മെൻഡസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ആളുടെ ഒരു അറ്റാക്കിംഗ് റണ്ണിലൊക്കെയാണ് പോർച്ചുഗൽ ഒന്നും കൂടെ വിങ്ങിലൂടെ ചാൻസസ് ഒക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ എനിക്ക് ന്യൂനോ മെൻഡസിനെ മാറ്റില്ല എന്നുള്ള കാര്യം അത് തീർച്ചയാണ്, അത് എങ്ങനെയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ശരി, ഈ രണ്ട് വിങ്ങിലൂടെയുള്ള ഒരിടത്ത് ജാവോ കാൻസലോ അവരുടെ സ്ട്രെങ്ത് ആണ് വിംഗ് ബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓവർലാപ്പ് ചെയ്ത് വന്ന് കളിക്കുന്ന ഒരു ശൈലിയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ വേഗതയെ മാക്സിമം ഉപയോഗിക്കാൻ മാർട്ടിനസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ അവർ എനിക്ക് തോന്നുന്നു നിലവിലെ ബെസ്റ്റ് രണ്ട് വിംഗ് ബാക്സ് ആണ്. ന്യൂനോ മെൻഡസ് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിലേറ്റവും നമ്മൾ ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നത് ലെമിൻ യമാൽ ന്യൂനോ മെൻഡസ് ഒരു പോരാട്ടമാണ്. കാരണം ഈ രണ്ടുപേരും എപ്പോഴും ഏറ്റുമുട്ടുമ്പോഴും അവിടെ ഒരു ക്ലാസിക് ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ന്യൂനോ മെൻഡസിനെ പേടിയാണെന്ന് യമാൽ പറഞ്ഞു. തീപ്പൊരി ചിതറും ഇന്നത്തെ മത്സരത്തിൽ ആ വിങ്ങിൽ തീപ്പൊരി ചിതറും കേട്ടോ. അവിടെ ന്യൂനോ മെൻഡസ് വേഴ്സസ് ലെമിൻ യമാൽ ഒരു ഫൈറ്റ് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരാം. രണ്ട് താരങ്ങൾ ജാവോ നെവസും ഒപ്പം തന്നെ വിറ്റീനയും, രണ്ടും നല്ല ഉഗ്രൻ പ്ലേയേഴ്സ്. അതിൽ ജാവോ നെവസിനെ നമ്മൾ കുറെ കൂടി എടുത്തു പറയണം, കുറെ കൂടി യങ് ആണ്. അല്ല, ഇവർ PSG ഒരുമിച്ച് കളിക്കുന്നതിന്റെ ഒരു ആത്മബന്ധം, ഒരു കണക്ഷനൊക്കെ ഇവർക്കുണ്ട്. അത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്. രണ്ട് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. വിറ്റീനിയായി നമുക്കറിയാം വേറൊരു ലീഗിലേക്ക് തന്നെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇത് അവരുടെ എഞ്ചിനാണ്. ശരി, എങ്ങനെയാണ് ഈ രണ്ട് പേര് വളരെ പെട്ടെന്ന്? ഇത് ശരിയാണ്, PSG അവർ ഭയങ്കര സ്ട്രെങ്ത്, ആ ഒരു ഡുവോ കാര്യങ്ങളുണ്ട്. പക്ഷെ പോർച്ചുഗൽ എന്ന ടീമിലോട്ട് വരുമ്പം എത്രത്തോളം അവർക്ക് ആ ഒരു ക്ലബ്ബിൽ കാണിച്ച ഒരു പെർഫോമൻസ് ഈ ഒരു പോർച്ചുഗൽ ടീമിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ മാച്ചിൽ തന്നെ നൽകി. വിറ്റീനയെ പിൻവലിച്ചുകൊണ്ടാണ് അടുത്തൊരു താരത്തിനെ അവിടെ സബ്ബായിട്ട് ഇറക്കുന്നത്. അപ്പോൾ എത്രത്തോളം അവർ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ അവർ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലെ മൂന്ന് താരങ്ങൾ വരട്ടെ. പെഡ്രോ നെറ്റോ, നടുക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെ കാണാം. റാഫേൽ ലിയാവോ ആണ് നമ്മൾ അവിടെ പ്രിഫർ ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം റാഫേൽ ലിയാവോ, അതെ. പക്ഷെ ഒരു പേഴ്സണൽ താല്പര്യം വെച്ചിട്ട് അവിടെ പെഡ്രോ നെറ്റോക്ക് പകരം കോൺസേസാവോ വന്നാൽ പല ടൈമിലും ചിന്തിച്ചിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് ആൾക്ക് അവിടെ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളത്. ആദ്യ മത്സരത്തിൽ DR കോങ്കോക്കെതിരെ കോൺസേസാവോ ആ വിങ്ങിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, അതെ, കളി സ്പീഡ് വന്നു. പിന്നെ ഒരുപാട് ബോളുകൾ പെനാൽറ്റി ബോക്സിലോട്ട് എത്തുന്ന തരത്തിൽ കോൺസേസാവോക്ക് ആ ഗെയിമിനെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺസേസാവോ വന്നാൽ നന്നായിരിക്കും എന്നുള്ളതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പെഡ്രോ നെറ്റോ, റാഫേൽ ലിയാവോ ഇല്ലില്ല. കാരണം റാഫേൽ ലിയാവോ അല്പം വേഗതയുള്ള താരമാണ്. അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. യാവോ ഫെലിക്സ് വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല കഴിഞ്ഞ ടീം വിജയിച്ച് നിൽക്കുകയാണല്ലോ, അപ്പോൾ അത് പൊളിക്കാൻ സാധ്യതയില്ല. ഇന്ന് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ പ്രകടനമായിരിക്കും. അദ്ദേഹം ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ നിഴൽ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് എത്തണം. വലിയ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ബ്രൂണോ എന്ന് വിളിച്ച്. CR7 വരട്ടെ. അദ്ദേഹം ബോൾ ചോദിക്കുക. അദ്ദേഹത്തിന് ഇന്ന് കൃത്യമായി ബ്രൂണോ ഫെർണാണ്ടസ് പന്തെത്തിച്ച് നൽകിയാൽ എന്തും സംഭവിക്കാം. കാരണം ഇന്നലെ നെയ്മർ ജൂനിയർ പടിയിറങ്ങി പോകുന്നത് വലിയ സങ്കടത്തോടെ കണ്ട ആളുകളാണ് നമ്മൾ. ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗൽ പരാജയപ്പെട്ടു പോയാൽ ഒരു യുഗം അവസാനിക്കുകയാണ്. അടുത്ത ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായേക്കില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് പരാജയപ്പെട്ടാൽ അത് അവസാന മത്സരമാവും. അങ്ങനെയാകരുതേ എന്ന് നമ്മൾ കരുതുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം CR7 പോരാട്ടം ഇനിയും നമ്മൾക്ക് കാണാനുണ്ട്. അത് ഇനിയും അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ളിൽ തീപ്പൊരിയുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് CR7 ക്ലാസ് നമുക്കറിയണമെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ആ ഓഫ് സൈഡ് വിളിച്ചു പോയ ഗോള് മാത്രം നോക്കിയാൽ മതി. മികച്ചൊരു ഫസ്റ്റ് ടച്ചും ഒരു ഫിനിഷും ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ക്ലാസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഏത് സമയം പ്രതീക്ഷിക്കും. ശരി, CR7 കയ്യിൽ ക്ലാസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 976ാമത്തെ കരിയർ ഗോൾ നേടി നിൽക്കുകയാണ് ആള് ഇപ്പോൾ.
അപ്പോൾ ഇനിയും മികച്ച പ്രകടനം ആളെടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ആളുടെ പ്രകടനം എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കും പോർച്ചുഗലിന്റെ ക്വാർട്ടർ ഫൈനൽസിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ. ശരി, ക്ലാസ് ഉണ്ട്, അത് മാസാക്കണം CR7. അതിന് ബ്രൂണോ പന്തെത്തിച്ച് നൽകണം. 2 വിങ്ങിലൂടെയും അദ്ദേഹത്തിന് ഉയർന്നു പൊങ്ങി വരുന്ന പന്തുകൾ, അദ്ദേഹത്തിന്റെ ഹെഡർ ഗോളുകൾ നമുക്കറിയാമല്ലോ. കാത്തിരിക്കാം CR7 മാജിക്കിനായി. എന്തായാലും ലോക